ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മൃദുഹിന്ദുത്വ നയവും ഒപ്പം തന്നെ കോൺഗ്രസ് ഇത്രയും നാളും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും ഒക്കെ തന്നെയാണ് അവരെ ഇത്രയും കഷ്ടകാലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പറയേണ്ടി വരും. അതിനൊപ്പം തന്നെ അവരുടെ കരുത്തരായ സീനിയർ നേതാക്കൾ പോലും കോൺഗ്രസിനെ ഉപേക്ഷിച്ച് BJP-യിലേക്ക് ചേക്കേറുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം സംശയമില്ല. അതേസമയം ഈ കോൺഗ്രസിന്റെ നിലപാടുകളുടെ വ്യതിയാനം കൂടിയാണ് ഇവരുടെ ഈ ചാട്ടം എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇനി അടുത്തതായി ചാടാൻ പോകുന്നത് BJP-യിലേക്ക് ചാടാൻ പോകുന്നത് എന്ന് കേൾക്കുന്നത് മുൻ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ ആനന്ദ് ശർമ്മ കോൺഗ്രസ് വിട്ടേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രവർത്തക സമിതി യോഗം ആനന്ദ് ശർമ്മ ബഹിഷ്കരിച്ചതായിരുന്നു. അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് ഒരു കത്തും അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ ചോദ്യം ചെയ്ത G23 നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഈ ആനന്ദ് ശർമ്മ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി പ്രചാരണ വിഷയമാക്കുന്ന ജാതി സെൻസസിനെ പറ്റിയിട്ടാണ് ആനന്ദ് ശർമ്മയ്ക്ക് പ്രധാനപ്പെട്ട എതിർപ്പുള്ളത്. കാരണം ഈ ജാതി സെൻസസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെക്ക് കത്തയക്കുന്നതും ഒപ്പം അതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഒരിക്കലും സ്വത്ത് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനായി നിലകൊള്ളുകയോ ചെയ്തിട്ടില്ലെന്ന് ശർമ്മ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് കാലങ്ങളായി പിന്തുടർന്നു വന്ന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നത് വലിയൊരു പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ജാതി സെൻസസിനെതിരായുള്ള ഇപ്പോഴത്തെ വാദം മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും ഒപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ ഒക്കെ തന്നെ പാരമ്പര്യത്തെ അവഹേളിക്കുന്നതാണെന്നുമാണ് ആനന്ദ് ശർമ്മ പറയുന്നത്. ഇത്തരമൊരു വിഷയം ദേശീയ തലത്തിൽ സൃഷ്ടിച്ചാക്കാവുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്നും ജാതി ഇന്ത്യൻ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ കൂടി കോൺഗ്രസ് ഒരിക്കലും അത്തരത്തിലുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടില്ലെന്നും എല്ലാവരെയും ഉൾച്ചേർത്തിട്ടുള്ള വിവേചനരഹിതമായ സമീപനമാണ് കോൺഗ്രസിന് എക്കാലവും സ്വീകരിച്ചതെന്നും ആനന്ദ് ശർമ്മ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ആനന്ദ് ശർമ്മയെ പോലുള്ളൊരു മുതിർന്ന നേതാവ് കോൺഗ്രസ് വിടുന്നതിന് പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജാതി സെൻസസ് പോലെയുള്ള ഒരു പ്രക്രിയ നടത്താൻ കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാർ തയ്യാറാകുന്നത് കോൺഗ്രസ് മുന്നോട്ട് പിടിച്ച മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിമറിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ട്. കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമായി മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജാതി സെൻസസ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ആനന്ദ് ശർമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കത്ത് മല്ലികാർജ്ജുന ഖാർഗെ കൊടുക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പോക്ക് ഇനി എങ്ങോട്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് BJP-യിലേക്ക് ചേക്കാനുള്ള എല്ലാവിധ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ ഏത് വിധേനയും ചെറുക്കുകയോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമൊന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നില്ല. പകരം പോകുന്നവരൊക്കെ പൊക്കോട്ടെ എന്നുള്ള KC വേണുഗോപാലിന്റെ ഒരു തിയറിയാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ന്യായയാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്ന സമയത്ത് മുതിർന്ന നേതാക്കൾ ഓരോന്നോരോന്നായി പാർട്ടി വിട്ടു പോകുന്നത് അവർക്ക് തന്നെ വലിയ ക്ഷീണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആനന്ദ് ശർമ്മയുടെ പോക്ക് BJP-യിലേക്കാണ് എന്ന കാര്യം സംശയമില്ല. അതേസമയം മുതിർന്ന നേതാക്കൾ എല്ലാവരും കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ ചാടിയതിന്റെ പിന്നിലും ഇത്തരത്തിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ പലതരത്തിലുള്ള അതിർത്തി ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വമായുണ്ട്, അവരുടെ സമീപനവുമായുണ്ട്, മൃദുഹിന്ദുത്വമായുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും ആനന്ദ് ശർമ്മയെ പോലുള്ളൊരു മുതിർന്ന നേതാവ് കൂടി കോൺഗ്രസ് വിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എങ്ങോട്ടാണ്, കോൺഗ്രസ് എങ്ങോട്ടാണ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം പ്രവർത്തന നടത്തം തടസ്സപ്പെടുത്തുന്ന BJP സർക്കാരിന്റെ നിലപാട് കൂടിയാകുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കേണ്ട വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.